എന്താണ് എന്തുപറ്റി? ആകെ ഡള്ളായിരിക്കുന്നല്ലോ. ഒന്നുമില്ല, ഞാൻ ബോറടിച്ചപ്പോ ഇവിടെ വന്നിരുന്നതാ. അതല്ലല്ലോ, എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ടല്ലോ, പറയടാ. അവി, ഞാനിവിടെ മൂവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡെയിലി മീറ്റ് ചെയ്യാറില്ലേ? 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇവിടെ വന്നതിന് ശേഷം എനിക്കത് ഭയങ്കരമായിട്ട് മിസ്സാവണം. കംഫർട്ടബിൾ അല്ലേ? അയ്യോ, ഞാനിവിടെ ഭയങ്കര കംഫർട്ടബിൾ ആക്ച്വലി. DIG സാമൂപ്പ എൻ്റെ ഓൺ ഫ്രണ്ട്സാ, എനിക്കവർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ലോൺ ടൈമാണ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സാവണം. മനസ്സിലായി. പരിഹാരം ഉണ്ടാക്കാം. നാളെ നമ്മൾ രണ്ടുപേരും കൂടി ഒരു ഔട്ടിങ്ങിന് പോകുന്നു. എങ്ങോട്ട്? സസ്പെൻസ്. ഇത്ര പെട്ടെന്ന് പ്ലാൻ കിട്ടിയോ? അറിയാലോ, എനിക്ക് കാര്യങ്ങളൊക്കെ ചടപടയെന്നായിരിക്കണം. അവി എങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്യണ ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സീരിയസ്ലി. അത് മാത്രല്ല, നിനക്കിരുന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഐഡിയ എന്ന് എനിക്കറിയാം. എന്താ അണ്ടർസ്റ്റാൻഡിംഗ് ആണോ? അവി ആലോചിക്കണമെങ്കിൽ സ്പോട്ടിൽ മനസ്സിലാവും. പിന്നെ എന്നാ പറ, ഇപ്പൊ ഞാൻ മനസ്സിൽ എന്താ ആലോചിക്കുന്നത്? പറയട്ടെ? ഞാൻ പറയും. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നാ? ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ല ഇവിടെ കാണുന്നു. എന്താണ് എല്ലാരും ഒരുമിച്ച്? നിങ്ങളെ കാണാണ്ട് ബോറടിച്ചിട്ട് വന്നതാ. ഞാൻ കഴിക്കാൻ വിളിക്കാൻ വന്നതാ. അതിനാണെങ്കിൽ അവിടെ താഴത്തുനിന്ന് വിളിച്ചാ പോരെ, ഇവിടെ കേക്കില്ലേ? അല്ല, ഞങ്ങള് വന്ന അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ഇവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. മീനു, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആദ്യം എല്ലാരും ഇങ്ങനെ പറയുള്ളൂ, 2-3 തവണ ചോദിക്കുമ്പോ മാത്രമേ സത്യം പറയൂ. സിനിമയിലൊക്കെ അങ്ങനെയാണ് അല്ലേ? അത് ശരിയാ. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒരു പ്രശ്നമില്ല, നിങ്ങൾ ചെല്ല്. മീനു, എന്റെ കൂടെ വാ. താഴെ പോയിട്ട് എന്നോട് മാത്രം പറഞ്ഞാ മതി. വാന്ന്. അപ്പൊ മീനു പറഞ്ഞ ശരിയാണ്. ഇത് നേരത്തെ അങ്ങ് സമ്മതിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. സമ്മതിച്ചല്ലേ? അവള് പറഞ്ഞ സമ്മതിച്ചു കൊടുത്ത്. സമ്മതിച്ചാ? ഓക്കെ, നാളെ രാവിലെ ആവട്ടെ, ശരിയാക്കാം. അപ്പുറത്തെ വീട്ടിൽ ഉണക്കമീൻ വറക്കുന്നു. എന്തായി? അപ്പൊ എന്താണ്, ഇന്നും രണ്ടുപേർക്കും പരിപാടിയൊന്നുമില്ലല്ലേ? അയ്യോ, ഇന്ന് ഇല്ല, പരിപാടിയൊന്നുമില്ല. എന്താണ് നിന്റെ പരിപാടി? എന്താണ്? അല്ല, എനിക്കിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. എനിക്കിന്ന് ഈ ഗെയിമിലൊരു തീരുമാനം ഉണ്ടാക്കണം. അതുകളാ, അവൻ വരും. നിന്റെ പ്ലാൻ എന്താണെന്ന് നീ പറ. എനിക്കെന്ത് പ്ലാൻ? ധൈര്യമായിട്ട് പറയടാ. നിന്റെ പ്ലാൻ ഇങ്ങനെ എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ വെക്കും അല്ലേ? അത് തന്നെ എന്റെ പ്രശ്നം. അതെന്താ, നിന്റെ എന്ത് കാര്യത്തിന് ആൾക്കാർ കൂടെ നിൽക്കുന്നതാണോ നിന്റെ പ്രശ്നം? അത് നല്ലല്ലേ? അങ്ങനെയല്ലടാ, ചില സമയത്ത് ആളുകൾ കൂടെ ഉള്ളതും പ്രശ്നം. നീ ആ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഡയലോഗ് അതൊന്ന് പറ. ലാസ്റ്റ് വളച്ചു കെട്ടില്ലാതെ കാര്യം പറടാ. ഓക്കെ. എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ്. കഷ്ടം? അവൻ്റെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. ചുമ്മാ അതല്ല. അവൻ്റെ വീട്ടുകാരാണെങ്കിൽ ഏത് നേരവും അവൻ്റെ അവളുടെയും കൂടെയാണ്. എന്നാൽ അവര് ഭാര്യയും ഭർത്താവുമാണ്, അവർക്ക് കുറച്ച് പ്രൈവസി വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളും ആ വീട്ടിലില്ല. എന്തൊരു വീടാണത്? അല്ല, ഉപകാരം ചെയ്തില്ലെങ്കിലും ശല്യം ചെയ്യായിരുന്നല്ലേ? കറക്റ്റ്. ശല്യം ചെയ്യാതിരിക്കാമല്ലോ, പിന്നെ മനുഷ്യന്മാരായ കുറച്ചൊക്കെ ബോധം വേണ്ടേ? അല്ല, അവര് ഹണിമൂണിനൊന്നും പോയിട്ടില്ല. ഹണിമൂണിന് ഇവിടെ എന്ത് പ്രസക്തി? ഹണിമൂണിനൊക്കെ അവരിപ്പോ എപ്പോഴെങ്കിലും പോട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അവർക്ക് വീട്ടില് പ്രൈവസി ഇല്ലല്ലോ. എന്താറിയോ, വീട്ടിലുള്ള ആൾക്കാർ കോമൺ സെൻസ് ഇല്ലെങ്കിലേ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എനിക്കനുഭവമുണ്ട്. വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒന്ന് പുറത്തു പോവോ? അതുമില്ല, ഏതു നേരം അവിടെ തന്നെ കുത്തിയിരിക്കും. അപ്പൊ എന്താ ചെയ്യാ? അല്ല, അത് അവര് ചില ആവശ്യങ്ങൾക്ക് പുറത്തു പോകാറില്ലേ? ചില ആൾക്കാർ പോകില്ലടാ, അതും പോകില്ല. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ഈ പറയുന്ന പയ്യനാണ് വീട്ടിലെല്ലാ ചെലവുകളും നോക്കുന്നത്. അപ്പോ അതുമല്ല, എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എല്ലാരും കൂടി ഒരുമിച്ചേ വണ്ടാറടങ്ങുള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? എടാ, ഇനിയിപ്പോ ഇൻ കേസ് അവർക്ക് അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നീ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇവിടെ ആകുമ്പോൾ ആവശ്യത്തിന് ഫ്രീഡം ഉണ്ടല്ലോ അല്ലേ? ഇനി വേണ്ടി വന്നാൽ നമ്മൾ അവരെ ചെല്ലും ചെലവും കൊടുത്ത് പോറ്റുകയും ചെയ്യും. നമ്മളെന്ന് വെച്ചാ നമ്മള് അല്ലേ? ശരിയാ, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ഇല്ല, അതാണ് ശരിയാ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു പ്ലാൻ ഉണ്ട്. പുറത്തു പോവാൻ. എങ്ങോട്ടാ? ഞാൻ റെഡി. അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ളിടത്തേക്ക് ഒന്ന് കറങ്ങാനാണല്ലോ. ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് ഒരു സിനിമയ്ക്ക് പോവാം. സിനിമയൊന്നും എനിക്ക് താല്പര്യമില്ല. വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. മൂവി വേണ്ട. മീനു, നീ പറ ഒരു ഐഡിയ. നിങ്ങൾ എങ്ങടാച്ച പ്ലാൻ ചെയ്യും, ഞാൻ റെഡിയാ എന്തിനും. എടാ മീനു, നിനക്കപ്പോ ഒരു ഓർമ്മയില്ലല്ലേ? ഒന്ന് ഓർത്തോക്കെ. എന്ത്? നമ്മളെ ആരെങ്കിലും ഇന്ന് ലഞ്ചിന് വിളിച്ചിട്ടുണ്ടോ? എടാ, നീ ഒന്ന് ഓർത്തോക്ക്. ഇന്നലെ
നമ്മളുടെ ടെറസിന്റെ മുകളില് ടെറസിന്റെ പുറത്ത് വന്ന് വിളിച്ചാ? അല്ല ഫോണിലപ്പോ ആ ലഞ്ചില്ലേ അയ്യോ ഞാനത് മറന്നുപോയി. എന്നാ പോയി റെഡിയാവും. അതിന്റെ ഇടയിലാണോ ഉള്ള ഔട്ടിംഗ് ഒക്കെ. സോറി ഡി, ഞാൻ മറന്നുപോയി. വാ വാ ഏ? വാ. ഞാൻ വരുന്നില്ല, പോയിട്ട് വാ. നീ പോയിട്ട് എനിക്ക് ready നോൽ പോളിഷ് ഇട്ട് തരാന്ന് പറഞ്ഞാലേ. ബാ പോലീസ് ഇട്ട് തരാം, പോയിട്ട് വാ. ഓടി. ഞാനെന്തെങ്കിലും ചെയ്യും. നമുക്ക് വേറെ പ്ലാൻ ചെയ്യാം. ഒന്ന് ഓടി. ഞാനെന്നാ പോയിട്ടൊന്ന് റെഡി ആവട്ടെ, അല്ല ലേറ്റ് ആവും. നീ എങ്ങോട്ടാണ്? എടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലടാ ആ ഒരു ഫ്രണ്ടിന്റെ വൈഫിന്റെ കാര്യം പ്രശ്നമൊക്കെ അവരുടെ വീട്ടില്. അവിടെ കാണെങ്കിലേ നീ ഞാൻ പറഞ്ഞ കാര്യം അവരോടൊന്ന് പറയട്ടോ. ഞാൻ ചോദിക്കാം, വേണമെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. കൊണ്ടുവരണം. അത് ശരിയാക്കാം. ചെല്ലട്ടെ. കൊണ്ടുവന്നില്ലെങ്കിലാണ് കേട്ടാ.